ഹായ്, ഒരു എക്സസൈസ്, ഇത് റൂഡിൻ്റെ ടെക്സ്റ്റിലെ ഒരു എക്സസൈസാണിത്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനൊരു സിമ്പിൾ പരിചയപ്പെടുത്താം. ഒരു മെട്രിക് സ്പേസിൽ ഒരു സെറ്റ് ഇ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻറ്റീരിയർ പോയിൻ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? അതൊക്കെ മുമ്പത്തെ വീഡിയോകളിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇയുടെ എല്ലാ ഇൻറ്റീരിയർ പോയിൻറ്റ്സിൻ്റെയും കളക്ഷൻ, സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീരിയർ പോയിൻറ്റ്സ് ഓഫ് ഇ, അതിനെ നമ്മൾ വിളിക്കുക എന്താ അറിയോ? ഇൻറ്റീരിയർ ഓഫ് ഇ എന്ന് വിളിക്കും. ആ സെറ്റ് ഞാൻ എക്സാമ്പിൾ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആ സെറ്റിന്, സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീരിയർ പോയിൻറ്റ്സ് ഓഫ് ഇനെ ഡിനോട്ട് ചെയ്യുക ഈ സിമ്പിൾ വെച്ചിട്ടാണ്. ഇൻ്റെ മുകളിൽ ചെറിയൊരു സർക്കിൾ ഇടുക. ഞാൻ കുറച്ച് 2 എക്സാമ്പിൾ ഇട്ട് ഇൻറ്റീരിയർ ഓഫ് ഇ എന്താണെന്ന് കാണിച്ചു തരാം. ആർ വിത്ത് യൂഷ്വൽ മെട്രിക് എടുക്കാം. അതിനകത്ത് ഈ സെറ്റ് എടുക്കുക. 0 മുതൽ 1 വരെയുള്ള എല്ലാ റിയൽ നമ്പേഴ്സും ഇൻക്ലൂഡിങ് 0 ആൻഡ് എക്സ്ക്ലൂഡിങ് 1. അതാണല്ലോ ഈ സെറ്റ് അല്ലേ? അതിൻ്റെ ഇൻറ്റീരിയർ എന്താണെന്ന് നിങ്ങളൊന്ന് പോസിറ്റ് ആലോചിച്ച് നോക്ക്. ഞാൻ ഏതായാലും പറയാം. 0 അതിൻ്റെ ഇൻറ്റീരിയറിൽ വരുമോ? ഇൻറ്റീരിയറിൽ വരണമെങ്കിൽ ഇൻറ്റീരിയർ പോയിൻ്റ് ആയിരിക്കണം അല്ലേ? ഇൻറ്റീരിയർ പോയിൻറ്റ്സിൻ്റെ കളക്ഷനാണ് ഇൻറ്റീരിയർ. അപ്പോൾ 0 ഇൻറ്റീരിയറിൽ വരുമോ? ഇല്ല. കാരണം എന്താ? 0 ഇൻറ്റീരിയർ പോയിൻ്റ് അല്ല. കാരണം ഇൻറ്റീരിയർ പോയിൻ്റ് ആവണമെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ എന്താ? പി ഈസ് ആൻ ഇൻറ്റീരിയർ പോയിൻ്റ് ഓഫ് ഇ. അപ്പം പി ഉള്ള ഒരു ഓപ്പൺ ബോൾ അല്ലെങ്കിൽ ഒരു നൈബർഹുഡ് നിങ്ങൾക്ക് കിട്ടണം. സച്ച് ദാറ്റ് ആ നൈബർഹുഡ് കംപ്ലീറ്റ്ലി എവിടെ വരണം? ഇയിൽ വരണം. എന്നാലേ പി ഇയുടെ നൈബർഹുഡ് ഇൻറ്റീരിയർ പോയിൻ്റ് ആവുള്ളൂ. 0 ഉള്ള ഏതൊരു നൈബർഹുഡ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും ആ നൈബർഹുഡിൻ്റെ കുറച്ച് പോർഷൻ ആ സെറ്റിൻ്റെ പുറത്ത് വരില്ലേ അല്ലേ? ആർ വിത്ത് യൂഷ്വൽ മെട്രിക്കിലെ നൈബർഹുഡ് അല്ലെങ്കിൽ ഓപ്പൺ ബോൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താണ്? ഇൻറ്റേർവൽസാണ്. അപ്പോൾ 0 ഉള്ള ഏതൊരു നൈബർഹുഡുകൾ എടുത്താലും ആ നൈബർഹുഡിൻ്റെ കുറച്ച് പോർഷൻ സെറ്റിൻ്റെ പുറത്ത് വരും. അപ്പോൾ 0ക്ക് ഒരു നൈബർഹുഡ് നിങ്ങൾക്ക് കിട്ടുമോ? സച്ച് ദാറ്റ് ആ നൈബർഹുഡ് കംപ്ലീറ്റ്ലി നമ്മുടെ സെറ്റിൽ വരുന്ന ഇല്ല, കിട്ടൂല. അതുകൊണ്ട് തന്നെ 0 ഈസ് നോട്ട് ആൻ ഇൻറ്റീരിയർ പോയിൻ്റ് ഓഫ് ഇ. ബാക്കി വേറെ ഈ സെറ്റിൽ വേറെ ഏതൊരു പോയിൻ്റ് എടുത്ത് നോക്കുക, അതിൻ്റെ ഉള്ളിൽ കൊണ്ട് ഇറങ്ങിയിട്ട് ഒരു പോയിൻ്റ് എടുത്തോ, അതിലുള്ള ഒരു ചെറിയൊരു നൈബർഹുഡ് കിട്ടൂല. സച്ച് ദാറ്റ് ആ നൈബർഹുഡ് കംപ്ലീറ്റ് നമ്മുടെ സെറ്റിൽ തന്നെ വരില്ലേ? സോ ബാക്കിയുള്ള ഏതൊരു പോയിൻറ്റിനും ഒരു നൈബർഹുഡ് ഉണ്ട്. സച്ച് ദാറ്റ് ആ നൈബർഹുഡ് ഈസ് ഇൻസൈഡ് അവർ സെറ്റ്. അതുകൊണ്ട് ബാക്കിയുള്ള എല്ലാ പോയിൻറ്റും അതിൻ്റെ ഇൻറ്റീരിയർ പോയിൻ്റാണ്. അതൊക്കെ അത് ഇൻറ്റീരിയറിൽ വരും. ബാക്കിയുള്ള ഏത് പോയിൻറ്റും ഇൻറ്റീരിയറിൽ വരും. സോ ഈ ഇൻറ്റീരിയർ ഈസ് ഓപ്പൺ 0 1 അല്ലേ? ഇതിൽ ഈ 0 വെച്ച് ബാക്കിയുള്ള എല്ലാ പോയിൻറ്റും ഇൻറ്റീരിയർ പോയിൻ്റാണ്. അതുകൊണ്ട് ഈ ഇൻറ്റീരിയർ ഈസ് ഓപ്പൺ 0 1. മനസ്സിലായല്ലോ? ഓക്കെ, പോസിറ്റ് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. വേറെ എക്സാമ്പിൾ, R2 വിത്ത് യൂഷ്വൽ മെട്രിക് എടുക്കുക. അതിനകത്ത് ഞാൻ ഇ ആയിട്ട് എടുക്കുന്നത് എക്സ് ആക്സിൻ്റെ മുകളിലെ പോയിൻറ്റ്സ് ആണ് അല്ലേ? വൈ കോർഡിനേറ്റ് 0 ആയിട്ടുള്ള എല്ലാ പോയിൻറ്റ്സും, അതാണ് എൻ്റെ ഇ. അതിൻ്റെ ഇൻറ്റീരിയർ എന്താ? നിങ്ങൾ പോസിറ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതിൻ്റെ മുകളിൽ ഏതെങ്കിലും പോയിൻറ്റ് ഇതിൻ്റെ ഇൻറ്റീരിയർ പോയിൻ്റ് ആവുമോ? എക്സ് ആക്സിൻ്റെ ഇൻറ്റീരിയർ പോയിൻ്റ് ആവുമോ? ഇല്ല. കാരണം എന്താ? ഇവിടുന്ന് ഒരു പോയിൻറ്റ് എടുത്തതാ. അത് ഇൻറ്റീരിയർ പോയിൻ്റ് ആവാനുള്ള കണ്ടീഷൻ എന്താ? അതുള്ള ഒരു ബോൾ, ഇവിടുത്തെ R2 വിത്ത് യൂഷ്വൽ മെട്രിക്കിൽ ബോൾ എന്ന് പറഞ്ഞാൽ എന്താ? നൈബർഹുഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ സർക്കിളിൻ്റെ ഉൾഭാഗം അല്ലേ? ഇങ്ങനത്തെ സർക്കിളിൻ്റെ ഉൾഭാഗങ്ങളല്ലേ വരിക അല്ലേ? അതല്ല അവിടുത്തെ ബോൾ, R2ലെ ബോൾ അല്ലേ? അപ്പോൾ നിങ്ങൾ ഈ പോയിൻറ്റിൽ ഒരു ബോൾ ഇങ്ങനെ എടുക്കുമ്പോൾ ആ ബോൾ എപ്പോഴും എക്സ് ആക്സിൻ്റെ പുറത്തേക്ക് പോലെ അല്ലേ? നിങ്ങൾ ഈ പോയിൻ്റ് സെൻറ്റേർഡായ ഏതൊരു ബോൾ എടുത്താലും ആ ബോളിൻ്റെ കുറേ ഭാഗം എക്സ് ആക്സിൻ്റെ പുറത്താണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആ പോയിൻ്റ് സെൻറ്റേർഡുള്ള ഒരു ബോൾ കിട്ടുമോ? സച്ച് ആ ബോൾ കംപ്ലീറ്റ്ലി നമ്മൾ എക്സ് ആക്സിൻ്റെ ഉള്ളിൽ വരുന്നത് ഇല്ല, കിട്ടൂല. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു പോയിൻറ്റിന് പോലും അത്തരം ഒരു ബോൾ കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എക്സ് ആക്സിൻ്റെ മുകളിൽ ഒരു പോയിൻറ്റും ഇതിൻ്റെ ഇൻറ്റീരിയർ പോയിൻ്റ് അല്ല. സോ ഇറ്റ്സ് ഇൻറ്റീരിയർ പോയിൻ്റ് ഈസ് ഇൻറ്റീരിയർ ഈസ് എംപ്റ്റി. കാരണം അതിൻ്റെ ഇൻറ്റീരിയർ പോയിൻ്റ് ആയിട്ട് ആരും തന്നെ അല്ല. പോസ് ചെയ്തിട്ട് നിങ്ങൾ ക്ലിയർ ആക്കി മുന്നോട്ട് പോവുക. ഡൗട്ടൊക്കെ ഉള്ളവർ ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഞാനിനി ഇത് നിങ്ങൾ വായിച്ചു നോക്കട്ടോ. അത് ഞാൻ ഓരോന്നായിട്ട് സോൾവ് ചെയ്യട്ടെ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പ്രൂവ് ദാറ്റ് ഈ ഇൻറ്റീരിയർ ഈസ് ഓൾവേസ് ഓപ്പൺ. ഇതിൻ്റെ കൂടെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്, ഈ ക്ലോഷർ ഈസ് ഓൾവേസ് ക്ലോസ്ഡ് എന്ന് നമ്മൾ നേരത്തെ കണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ പ്രൂഫിലേക്ക് നേരെ പോവാണ്. നിങ്ങൾ പോസ് ചെയ്തിട്ട് ഇങ്ങനെ ആലോചിച്ച് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ആൻസറിലേക്ക് വരട്ടെ. നമുക്ക് ഈ സെറ്റ് ഓപ്പൺ എന്നാണ് കാണിക്കേണ്ടത്. ഒരു സെറ്റ് ഓപ്പൺ എന്ന് കാണിക്കാൻ എന്താ വേണ്ടത്? അതിൻ്റെ അകത്തുള്ള എല്ലാ പോയിൻറ്റും അതിൻ്റെ ഇൻറ്റീരിയർ പോയിൻ്റാന്ന് കാണിക്കണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു പോയിൻ്റ് എടുത്തിട്ട് അത് ഇതിൻ്റെ ഇൻറ്റീരിയർ പോയിൻ്റാന്ന് കാണിക്കട്ടെ. ഇതിനകത്തൊരു പോയിൻ്റ് എടുത്തു. എന്താ കാണിക്കേണ്ടത്? ഈ പോയിൻ്റ് ഇതിൻ്റെ ഇൻറ്റീരിയർ പോയിൻ്റാന്ന് കാണിക്കണം. ശ്രദ്ധിക്കണം, ഇത് ഇതിൻ്റെ ഇൻറ്റീരിയർ പോയിൻ്റ് ആണോ എന്നല്ല കാണിക്കേണ്ടത്. അത് ഓൾറെഡി ആണ്. കാരണം എന്താ? ഈ ഇൻറ്റീരിയറിലുള്ള ആളാരാണ്? ഈ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള പോയിൻറ്റ്സ് ആരാണ്? ഇതിൻ്റെ ഇൻറ്റീരിയർ പോയിൻറ്റ്സിൻ്റെ കളക്ഷനാണിത്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു പോയിൻ്റ് എടുത്താൽ അത് ഇതിൻ്റെ ഇൻറ്റീരിയർ പോയിൻ്റാണ്. നമുക്ക് അതല്ല ചോദ്യം കേട്ടോ. ഇവിടെ ഇത് ഇതിൻ്റെ തന്നെ ഈ സെറ്റിൻ്റെ ഇൻറ്റീരിയർ പോയിൻ്റ് ആണെന്നാണ് ചോദ്യം. അപ്പോൾ എന്താ വേണ്ടത്? ഇത് സെൻറ്റേർഡായുള്ള ഒരു ബോൾ എവിടെ കിട്ടണം? ഇവിടെ കിട്ടണം. ഇവിടെ അല്ല വേണ്ടത്, ഇത് ഓൾറെഡി ഉണ്ട്. കാരണം പി ഇതിൻ്റെ ഇൻറ്റീരിയർ പോയിൻ്റാണ്. അതുകൊണ്ട് ഇത് സെൻറ്റേർഡായുള്ള ഒരു ബോൾ ഇവിടെ ഉണ്ട്. നമുക്ക് വേണ്ടത് ഇത് സെൻറ്റേർഡായുള്ള ഒരു ബോൾ ഇവിടെ കിട്ടുമോ എന്നുള്ളതാണ് ചോദ്യം. അത് കിട്ടും എന്നുള്ളതാണ് ഉത്തരം. അതുകൊണ്ട് തന്നെ ഇത് ഇതിൻ്റെ ഇൻറ്റീരിയർ പോയിൻ്റ് ആവും. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഏതൊരു പോയിൻറ്റും ഇതിൻ്റെ ഇൻറ്റീരിയർ പോയിൻ്റ് ആയതുകൊണ്ട് ദിസ് സെറ്റ് ഈസ് ഓപ്പൺ നമ്മൾ കാണും. അപ്പോൾ ചോദ്യം ഇതാണ്, thus there exists a ball
centered at P which is subset of E interior. പോസ് ചെയ്തിട്ട് ഇങ്ങനെ മനസ്സിലാക്കട്ടോ അല്ലേ? പി സെൻറ്റേർഡ് ആയ ബോൾ ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പി ഇതിൻ്റെ ഇൻറ്റീരിയർ പോയിൻ്റ് ആണെന്ന്. അതാണ് നമുക്ക് കാണിക്കേണ്ടത്. ഇത് ഓപ്പൺ ആണെന്ന് കാണിക്കാം. ഓക്കെ, സോ നമുക്കറിയാം പി ഈ ഇൻറ്റീരിയറിൽ ഉണ്ടെന്ന്. അതിൻ്റെ അർത്ഥം എന്താ? പി ഈസ് ആൻ ഇൻറ്റീരിയർ പോയിൻ്റ് ഓഫ് ഇ എന്നറിയാം. അതല്ലേ ഇതിൻ്റെ അർത്ഥം. ഇതിനകത്തുള്ള പോയിൻ്റൊക്കെ ഇത് ഇൻറ്റീരിയർ പോയിൻ്റാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ പോയിൻ്റ് ആണെങ്കിൽ ഇത് സെൻറ്റേർഡ് ആയാലും ഒരു ബോൾ ഇവിടെ കിട്ടുമല്ലോ. അതല്ല ഇൻറ്റീരിയർ പോയിൻ്റ് ഡെഫിനിഷൻ. പി സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു റേഡിയസ് ആറുള്ള ബോൾ എവിടെ ഉണ്ട്? ഇവിടെ കിട്ടും. നമുക്ക് വേണ്ടിയത് അവിടെ അല്ലായിരുന്നു കേട്ടോ. നമുക്ക് കാണിക്കേണ്ടത് പി ഇതിൻ്റെ ഇൻറ്റീരിയർ പോയിൻ്റ് ആണെന്നല്ല. അത് ഓൾറെഡിയാണ് പി ഇതിൻ്റെ ഇൻറ്റീരിയർ പോയിൻ്റ് ആണ് കാണിക്കേണ്ടത്. അപ്പോൾ ഒരു ബോൾ ഇതിൻ്റെ ഉള്ളിൽ കിട്ടണം. സത്യത്തിൽ എന്താ സംഭവിക്കണത് അറിയോ? ഈ ബോൾ തന്നെ ഇതിൻ്റെ ഉള്ളിൽ വരും. ഇത് ചിത്രം വരച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. ചെറുതായിട്ടൊക്കെ R2-ലൊക്കെ ചിത്രം വരച്ചാൽ കിട്ടും. പിന്നെ അത് കിട്ടും. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഞാനത് ഇങ്ങനെ പ്രൂഫ് കംപ്ലീറ്റ് ചെയ്യട്ടെ. അപ്പം നമുക്ക് വേണ്ടത് എന്താ? പി സെൻറ്റേർഡ് ഒരു ബോൾ ഇതിനുള്ളിൽ കിട്ടണം. ഞാൻ പറയുന്നത് ഈ ബോൾ നിങ്ങൾ സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഈ ബോൾ തന്നെ ഈ മാത്രമല്ല ഇതിൻ്റെ അകത്തുണ്ട് നിങ്ങൾ കാണിക്കാൻ പറ്റും. അതിനെന്താ കാണിക്കേണ്ടത്? ഇത് അപ്പോൾ നമ്മൾ കാണിക്കേണ്ടത് എന്താ? BPR ഇൻറ്റീരിയർ കൂടി അന്ന് കിട്ടുമെന്നാണ് ഞാൻ പറയുന്നത്. ഇത് കാണിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഇവിടുന്ന് ഒരു പോയിൻ്റ് എടുത്തിട്ട് അത് ഇവിടെ ഉണ്ടെന്ന് കാണിച്ചാൽ പോരെ. ഈ സെറ്റിൻ്റെ സബ്സെറ്റ് അതല്ല കാണിക്കേണ്ടത്. അപ്പോൾ ഇവിടുന്ന് ഒരു പോയിൻ്റ് എടുത്ത് ഇവിടെ ഉണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് വാദിക്കാൻ പറ്റുമോ നോക്ക്. ഞാൻ ആൻസറിലേക്ക് പോട്ടെ. സോ ലെറ്റ് Q belongs to BPR അല്ലേ? ഞാൻ ഇവിടുന്ന് ഒരു പോയിൻ്റ് എടുത്തു. എനിക്കത് ഇവിടെ ഉണ്ടെന്ന് കാണിക്കണമെങ്കിൽ ഇവിടെ ആരാ വരിക? ഇവിടെ ക്യൂ എത്തണമെങ്കിൽ ഇവിടെയുള്ള പോയിൻറ്റ്സിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ഇൻറ്റീരിയർ പോയിൻ്റ് അവിടെ വരിക. അപ്പോൾ ക്യൂ ഇവിടെ ഉണ്ടെന്ന് കാണിക്കാൻ ഞാൻ എന്ത് കാണിച്ചാൽ മതി? ക്യൂ ഇസ് ആൻ ഇൻറ്റീരിയർ പോയിൻ്റ് ഓഫ് എന്ന് കാണിച്ചാൽ മതി. അതിനെന്ത് ചെയ്താൽ മതി? ക്യൂ സെൻറ്റേർഡ് ആയിട്ട് ഒരു ബോൾ ഈലുണ്ടെന്ന് കാണിച്ചാൽ പോരെ. നിങ്ങൾക്ക് കിട്ടുമോ നോക്ക്. ഞാൻ ഏതായാലും ആൻസറിലേക്ക് പോട്ടെ. ക്യൂ ഈ ബോളിൻ്റെ അകത്തുണ്ടല്ലോ അല്ലേ? അപ്പം ഇതൊരു ഓപ്പൺ സെറ്റ് അല്ലേ? ബോൾസ് എല്ലാം ഓപ്പൺ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഓപ്പൺ ബോൾ എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ക്യൂ സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു ബോൾ ഇതിൻ്റെ അകത്ത് ഇട്ടില്ല. കാരണം ഇതൊരു ഓപ്പൺ സെറ്റാണ്. ഇത് അതിൻ്റെ അകത്തുള്ളൊരു പോയിൻ്റാണ്. ഓപ്പൺ സെറ്റിൻ്റെ അകത്തുള്ള എല്ലാ പോയിൻറ്റും അതിൻ്റെ ഇൻറ്റീരിയർ പോയിൻ്റ് ആയിരിക്കും. സോ there exists a ball centered at Q with some radius S which is inside BPR. Q ഈ ഓപ്പൺ സെറ്റ് എടുത്തൊരു പോയിൻ്റാണ്. അപ്പോൾ അതിലുള്ളൊരു ബോൾ അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ഇത് നോക്കുക. ഈ BPR കംപ്ലീറ്റ് എവിടെ ഉണ്ട്? ഈലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ BQS സബ്സെറ്റ് BPR വിച്ച് ഈ സബ്സെറ്റ് ഓഫ് ഇ. അതായത് നമ്മളെ ഈ ക്യൂ സെൻറ്റേർഡ് ആയിട്ടുള്ള ഈ എസ് റേഡിയസുള്ള ബോൾ എവിടെ എത്തി? ഈലെത്തി. അപ്പോൾ ഞാൻ ഇവിടെ നിന്നൊരു പോയിൻ്റ് ക്യൂ എടുത്തു. ആ ക്യൂ സെൻറ്റേർഡ് ആയിട്ടുള്ളൊരു ബോൾ എനിക്ക് ഈയിൽ കിട്ടി എന്ന് പറഞ്ഞാൽ ക്യൂ ഇതിൻ്റെ ഇൻറ്റീരിയർ പോയിൻ്റ് ആണെന്നല്ല അതിൻ്റെ അർത്ഥം. അല്ല ഇൻറ്റീരിയർ പോയിൻറ്റിൻ്റെ കണ്ടീഷൻ. അതുള്ളൊരു ബോൾ അതിൻ്റെ അകത്ത് കിട്ടിയാൽ ഇത് അതിൻ്റെ ഇൻറ്റീരിയർ പോയിൻ്റ് ആവില്ലേ? ഫോഴ്സായിട്ട് മനസ്സിലാക്കുക. വിച്ച് മീൻസ് ഇത് ക്യൂ ഇതിൻ്റെ ഇൻറ്റീരിയർ പോയിൻ്റ് ആണ്. അതായത് ക്യൂ ബിലോങ്സ് ടു ഈ ഇൻറ്റീരിയർ അല്ലേ? ഇൻറ്റീരിയർ പോയിൻ്റ് ഒക്കെ ഈ ഇൻറ്റീരിയർ ഉണ്ടാവില്ലേ? ക്യൂ ബിലോങ്സ് ടു ഈ ഇൻറ്റീരിയർ. അതായത് ഞാൻ ഇവിടുന്ന് ഒരാളെടുത്തു, ക്യൂ എടുത്തു, അത് ഇവിടെ ഉണ്ടെന്ന് കാണിച്ചു. സോ ദിസ് ഇസ് ട്രൂ. എനിക്ക് ക്യൂ സെൻറ്റേർഡ് ആയിട്ട് പി സെൻറ്റേർഡ് ആയിട്ട് ഒരു ബോൾ ഈയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേ ബോൾ തന്നെ ഈ ഇൻറ്റീരിയറിലുണ്ടെന്ന് കിട്ടി. നിങ്ങൾ R2-ൽ ചിത്രം വരച്ചാൽ കിട്ടും ഈ സാധനം. എനിവേ പ്രൂഫ് കൂടെ ആയില്ലേ? എന്ത് ചെയ്തിട്ട് പി സെൻറ്റേർഡിലായൊരു ബോൾ ഈ ഇൻറ്റീരിയറിൽ കിട്ടിയതുകൊണ്ട് തന്നെ പി ഈസ് ആൻ ഇൻറ്റീരിയർ പോയിൻ്റ് ഓഫ് ഈ ഇൻറ്റീരിയർ. ഇതിൻ്റെ അകത്തൊരു പോയിൻ്റ് എടുത്തു, അത് സെൻറ്റേർഡ് ആയിട്ടുള്ളൊരു ബോൾ ഞാൻ അതിൻ്റെ അകത്ത് തന്നെ കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ ഇത് ഇതിൻ്റെ ഇൻറ്റീരിയർ പോയിൻ്റാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള എല്ലാ പോയിൻറ്റും അതിൻ്റെ ഇൻറ്റീരിയർ പോയിൻ്റാണ്. സോ ദിസ് സെറ്റ് ദാറ്റ് ഈസ് ഈ ഇൻറ്റീരിയർ ഈസ് ഓപ്പൺ. ഞാൻ പറഞ്ഞു തീർത്തു. ഇനി ഇതിൻ്റെ ബാക്കിയൂടി ഞാൻ സോൾവ് ചെയ്തു. ഇപ്പോൾ എ മാത്രമേ സോൾവ് ചെയ്തുള്ളൂ. ഇനി ബി സി ഡി ഇ അങ്ങനെ മുഴുവൻ ഞാൻ സോൾവ് ചെയ്യുകയാണെങ്കിൽ വീഡിയോ വളരെ ലെങ്തി ആയി പോകും. അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ സ്വന്തം ചെയ്യുക. എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചെയ്യണം. സംശയമുള്ളവർ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് നമ്പറോ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഫെസിലിറ്റിയൊക്കെ ഉപയോഗപ്പെടുത്തിയാൽ മതി. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അതിൻ്റെ കൂടെ ഞാനൊരു കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയാം. അതിനകത്തുള്ള സി ABC സി നിങ്ങൾ ഉപയോഗം നോക്കുക. അത് പറഞ്ഞാൽ എന്താ അറിയോ? നമ്മളെ ഈ ഇൻറ്റീരിയർ ഓപ്പൺ ആണെന്ന് കിട്ടി. ഓപ്പൺ ആണെന്ന് കിട്ടി. ഇത് ഇതിൻ്റെ സബ്സെറ്റ് ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഓപ്പൺ സബ്സെറ്റാണ് ഈ ഇൻറ്റീരിയർ. ഇനി ആ സി പറയണത് എന്താ അറിയോ? ഇതിൻ്റെ വേറെ ഏതൊരു ഓപ്പൺ സെറ്റുകൾ എടുത്തു കഴിഞ്ഞാലും അത് ഇതിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. ഈയുടെ ഏതൊരു ഓപ്പൺ സെറ്റ് എടുത്താലും അത് ഇതിൻ്റെ സബ്സെറ്റ് ആയിരിക്കും.
അപ്പോൾ പിന്നെ ഈൻ്റെ ഏറ്റവും വലിയ ഓപ്പൺ സബ്സെറ്റ് ആരാ? ഈ ഇൻറ്റീരിയറാണ്. അത് നിങ്ങളത് വായിച്ചിട്ട് മനസ്സിലാക്കണ്ടോ. സോ ഏറ്റവും വലിയ ഓപ്പൺ സബ്സെറ്റ് ഈൻ്റെ ഏറ്റവും വലിയ ഓപ്പൺ സബ്സെറ്റ് ആരാന്ന് വെച്ചാൽ ഈ ഇൻറ്റീരിയറാണ്. ഓക്കെ. അതേപോലെ തിരിച്ചു നിങ്ങൾക്ക് ഒരു കാര്യം കിട്ടും കേട്ടോ. ക്ലോഷർ ഇല്ലേ, അതായത് നമ്മളെ ഈയുടെ ക്ലോഷർ, ഈ കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ഈനേക്കാളും വലിയ കുറേ ക്ലോസർ സെറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ സബ്സെറ്റായിട്ട് വരുന്ന, അതായത് ഈൻ്റെ സൂപ്പർ സെറ്റായിട്ട് വരുന്ന ക്ലോസർ സെറ്റുകളൊക്കെ എടുക്കുക. അതിൽ ഏറ്റവും ചെറിയ ക്ലോസർ സെറ്റ് ആരാന്ന് വെച്ചാൽ ഈ ക്ലോഷറാണ് വരിക. അതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് പ്രൂവ് ചെയ്യേ. ഓക്കെ, താങ്ക് യു.